പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പുതിയൊരു പാഠം പഠിക്കുകയാണ്. വോളിയം, വ്യാപ്തം. നമ്മൾ നേരത്തെ 5ാം ക്ലാസ്സിൽ പഠിച്ചു. ഒരു ഏരിയ കിട്ടിയ, ഒരു ചതുരം കിട്ടിയാൽ അതിൻ്റെ പരപ്പളവ് കാണുന്നത്. അപ്പോൾ ഇതൊരു ചതുരാണ്. ഈ ചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഗുണിക്കണം വീതി ചെയ്താൽ കണ്ടുപിടിക്കും. അപ്പോൾ സ്ഥലമൊക്കെ അളക്കാൻ വേണ്ടി ചെയ്യണതാണ്. ഒരു ഏരിയ, ഇത്രയും ഏരിയ എത്ര ഉണ്ട് എന്ന് കണ്ടെത്താൻ നീളം ഗുണിക്കണം വീതിയാണ്. അപ്പോൾ ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു പെട്ടീൻ്റെ ഉള്ളിൽ എത്ര അടങ്ങും എന്നുള്ളതൊക്കെ അറിയാം. അതിൻ്റെ ഉള്ളിലുള്ള വ്യാപ്തം, ആ പെട്ടീൻ്റെ ഉള്ളിൽ മൊത്തം എത്ര, ഈ കട്ടൻ്റെ ഉള്ളിൽ എത്ര ഇതുണ്ട്, അതറിയാൻ വേണ്ടി നമ്മൾ ചെയ്യണതാണ് വ്യാപ്തം. അപ്പോൾ നമ്മൾ ഈ ഒരു പെട്ടി എടുത്ത് നോക്കുക. നമ്മൾ നീളമുണ്ട്, വീതി ഉണ്ട്, പിന്നെ എന്തും കൂടി ഉണ്ട്, ഉയരമുണ്ട്. ഉയരം കൂടി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, വ്യാപ്തം കണ്ടുപിടിക്കാം. അവിടെ എല്ലാവരും ഇവിടെ ബോർഡിൽ ശ്രദ്ധിച്ച് നോക്കി. വ്യാപ്തം, ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കാൻ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി ചെയ്തു. അപ്പോൾ ഈ പെട്ടിയുടെ നീളം 10ഉം വീതി 5ഉം ആണെങ്കിൽ 10 ഇൻറ്റു 5 സമം 50 ഏരിയ. 50 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയും. മലയാളത്തിലാണെങ്കിൽ 50 ചതുരശ്ര സെൻറ്റിമീറ്റർ. പരപ്പളവിന് അങ്ങനെ പറയാം, 50 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇത് ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ ഇംഗ്ലീഷിൽ. ഇനി നമ്മളിപ്പോൾ പഠിക്കണം വ്യാപ്തം. വ്യാപ്തമാകുമ്പം എന്ത് ചെയ്യണം, നീളം ഗുണിക്കണം വീതി ഗുണിക്കണം, അതിൻ്റെ കൂടെ എന്തും കൂടി ഗുണിക്കണം, ഉയരം കൂടി ഗുണിക്കണം. നീളം, വീതി, ഉയരം കൂടി ഗുണിക്കണം. അഥവാ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയാം. ഹൈറ്റ്, HEIGHT, ഹൈറ്റ്. ഇതിനെ ചുരുക്കിയിട്ട് നമ്മൾ പഠിക്കും V സമം LBH. V എന്ന് പറഞ്ഞാൽ വോളിയം, വ്യാപ്തം. L എന്ന് പറഞ്ഞാൽ ലെങ്ത്, ഇൻറ്റു B എന്ന ബ്രെഡ്ത്ത്, വീതി, ഇൻറ്റു H ഹൈറ്റ്, ഉയരം. അപ്പൊ LBH എന്ന് പറഞ്ഞാൽ L ഇൻറ്റു B ഇൻറ്റു H എന്നാണ്. ഈ ഇൻറ്റു ഇടുന്നാണ് നമ്മൾ ഇങ്ങനെ കൂട്ടിയിടുക കേട്ടോ. പ്ലസോ മൈനസോ ആണെങ്കിൽ ഇങ്ങനെ കൂട്ടിയിടാൻ പാടില്ല. അപ്പോൾ V സമം LBH, L ഇൻറ്റു B ഇൻറ്റു H, V സമം LBH. അപ്പൊ ഈ പാഠത്തിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു മെയിൻ കാര്യം V സമം LBH എന്നുള്ളതാട്ടോ. V സമം LBH, വ്യാപ്തം സമം നീളം ഗുണിക്കണം ഉയരം ഗുണിക്കണം വീതി എന്നാണ് നിങ്ങൾ ഈ പാഠത്ത് ഓർമ്മിക്കേണ്ട പ്രധാന പോയിന്റ്. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 63 നിങ്ങൾ കണ്ടങ്ങോട്ട് നീളം 5, വീതി 3, ഉയരം 1. അഥവാ ഇങ്ങോട്ട് 5 കട്ടകൾ, വീതിയിലേക്ക് 3 കട്ടകൾ, ഉയരം 1 ഉള്ളൂ, ഒരട്ടിയേ ഉള്ളൂ. അപ്പോൾ 5 ഗുണിക്കണം 3 ഗുണിക്കണം 1 ചെയ്താൽ നമുക്കിത് എത്ര കട്ട ഉണ്ടെന്ന് കിട്ടും. നമ്മൾ വീടിനൊക്കെ കല്ല് ഒരേപോലെ നീളത്തിലും വീതിയിലും ഉയരത്തിലും അട്ടിക്ക് വെച്ച്, അങ്ങനെയാണെങ്കിൽ ആ കല്ല് നമ്മൾ മൊത്തം എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. നീളത്തിൽ എത്ര കല്ലുണ്ട് നോക്കും, വീതിയിലേക്ക് എത്ര കല്ലുണ്ട് നോക്കും, പിന്നെ ഉയരം എത്ര അട്ടിണ്ട് നോക്കും. അത് 3ഉം കൂടി ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, മൊത്തം എത്ര കല്ലുണ്ടെന്നോ. അപ്പോൾ 500 കല്ലൊക്കെ അട്ടിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എണ്ണി വെക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നീളത്തിൽ എത്ര ഉണ്ട് നോക്കും, വീതിയിൽ എത്ര ഉണ്ട് നോക്കും, ഉയരത്തിൽ എത്ര ഉണ്ട് നോക്കും. അപ്പോൾ ആ നീളം വീതിയും ഉയരം കൂടി ഗുണിച്ചാൽ എത്ര കല്ലുണ്ടെന്ന് കിട്ടും. ഇവിടെ 5, 3, 15, 15, 1, 15. ഇത് എത്ര കല്ലുണ്ട്, 15 കല്ലുകളുണ്ട്. അതേപോലെ തന്നെ 2 അട്ടി ഉണ്ടെങ്കിലോ, ഇവിടെ നോക്കിങ്ങൾ അടുത്ത പേജിൽ 64ാമത്തെ പേജിൽ ഇതാ, നീളത്തിൽ 5, വീതിയിൽ 3, ഉയരത്തിൽ 2. ഇത് ഈ 15ന്റെ മേലെ ഒരു അട്ടിയൂടി വന്നതാ. അപ്പോൾ എത്ര കല്ലുകൾ ഉണ്ടാവും, 30 ഉണ്ടാവും. എങ്ങനെ കിട്ടും, 5, 3, 15, 15, 2, 30. ഇതാണ് ഇവിടെ L. നീളം 5, 3, 5, 3, 15, 15, 1, 15. ഈ 2 അട്ടി ഉണ്ടെങ്കിലോ 5, 3, 15, ഉയരം 2 ആണെങ്കിലോ 15, 2, 30. 5, 3, 15. ഈ 3 അട്ടി ഉണ്ടെങ്കിലോ 3, 15, 45. ഇത്ര കട്ടകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന് നമ്മൾ പരപ്പളവിന് ഏരിയക്ക് നമ്മൾ പഠിച്ചത് സ്ക്വയർ സെൻറ്റിമീറ്റർ, മലയാളത്തിലാണ് ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ്. ഇതിന് പറയാം ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. സെൻറ്റിമീറ്ററിലാണെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ, അതിൻ്റെ മലയാളം പറയാം ഘന സെൻറ്റിമീറ്റർ. ക്യൂബിക് എന്താ പറയാ, ക്യൂബിക് സെൻറ്റിമീറ്റർ, CUBIC, ക്യൂബിക് സെൻറ്റിമീറ്റർ. CM ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. മീറ്ററാണ് ക്യൂബിക് മീറ്റർ. മലയാളത്തിൽ പറയാം ഘനമീറ്റർ എന്നാണ്.
ഘന സെന്റിമീറ്റർ, ഘനമീറ്റർ എന്നാണ്. അപ്പം പിന്നെ ഇതിപ്പോൾ ലെങ്ത് 5 സെന്റിമീറ്ററും വീതി 3 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ആണെങ്കിൽ 15 ഘന സെന്റിമീറ്ററാണ്. ഇംഗ്ലീഷിൽ 15 ക്യൂബിക് സെന്റിമീറ്റർ. അങ്ങനെയാണ് നമ്മൾ ഇതിൽ പറയുക. അഥവാ 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയും 1 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു കട്ടയാണ് ഒരു ക്യൂബ് തന്നെ. ഒരു സമചതുര കട്ട, ഒരു സെന്റിമീറ്റർ, ഒരു ക്യൂബിന്റെ ഒരു കട്ട, ഏറ്റവും ചെറിയ കട്ട 1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പിന്നെ അഥവാ നീളവും വീതിയും ഉയരവും ഒരേപോലെയുള്ളതാണ് ക്യൂബ്. നീളം 5, വീതി 5, ഉയരം 5 ആണെങ്കിൽ അതൊരു ക്യൂബാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ സമചതുരക്കട്ട എന്നാണ് അർത്ഥം. ക്യൂബ് എന്ന് പറഞ്ഞാൽ സമചതുരക്കട്ട. അത് നീളവും വീതിയും ഉയരവും ഈക്വൽ ആയത്. ഇവിടെ ഒരു ക്യൂബ് 5 × 5 × 5. അപ്പം നീളം 5, വീതി 5, ഉയരം 5. അപ്പം 5 5 25, 25 5 125 ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ എന്നാണ് പറയാം. ക്യൂബിക് സെന്റിമീറ്റർ കേട്ടോ. ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെമി എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പേജ് നമ്പർ 64 ഈ 4 വർക്ക്, അതുപോലെ പേജ് നമ്പർ 65 2 വർക്കും ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾ പേജ് നമ്പർ 65 മുകളിലുണ്ടല്ലോ, വോളിയം ഓഫ് എ റെക്ടാങ്കിൾ ബ്ലോക്ക് ഈസ് പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അഥവാ വോളിയം ഈക്വൽ ടു നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം എന്ന് എഴുതി വെക്കുക. ഈ വർക്കുകൾ ചെയ്ത് എത്രയും പെട്ടെന്ന് അയക്കുക.